ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ്യ് ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാർ പോറ്റിയാണ് അറസ്റ്റിലായത്. വിജിലൻസ് പത്തനംതിട്ട യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആടിയ ശിഷ്ടം നെയ്യ് വിതരണത്തിന്റെ ചുമതലക്കാരനായിരുന്നു സുനിൽകുമാർ പോറ്റി. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുല്, ഈ വിജിലൻസ് കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ ആടിയ ശിഷ്ടം നെയ്യിന്റെ കാര്യത്തിൽ. ഒപ്പം 33 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാളാണോ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സുനിൽകുമാർ? നിലവിൽ ഈ നെയ് കൗണ്ടറിന്റെ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥനാണ് സുനിൽകുമാർ പോറ്റി. അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പോറ്റി കൂടിയിട്ടാണ്. ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ആടിയ ശിഷ്ടം നെയ് നൽകുന്ന കൗണ്ടറിന്റെ ചുമതലയിൽ ശബരിമലയിൽ എത്തിയത്. ഈ ക്രമക്കേടിന് ഇയാളുടെ അടക്കം വലിയ പങ്കുണ്ട് എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ഈ സുനിൽകുമാർ പോറ്റിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വിജിലൻസിന്റെ അറസ്റ്റ് നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ, അതായത് നവംബർ 17 മുതൽ ഏകദേശം ജനുവരി 2 വരെയുള്ള കാലയളവിൽ മാത്രം ശബരിമലയിലെ ഈ ആടിയ ശിഷ്ടം നെയ് കൗണ്ടറിൽ നിന്നും വിറ്റ തുകയിൽ വലിയ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത്. 35 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാറിനെ ഇന്ന് പത്തനംതിട്ട വിജിലൻസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. സുനിൽകുമാറിനെ നിലവിൽ കൊല്ലത്തേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കൊല്ലത്ത് വിജിലൻസ് കോടതിയിലായിരിക്കും അയാളെ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 33ഓളം പ്രതികൾ ഈ കേസിലുണ്ട്. സുനിൽകുമാർ ഉൾപ്പെടെ മറ്റ് ദേവസ്വം ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെയാണ് 33ഓളം ആളുകളെ ഇതിൽ പ്രതി ചേർത്തിരിക്കുന്നത്. 13,675 പാക്കറ്റ് നെയ്യാണ് ഈ കാണാതായത്. അതായത് ഈ കൈപ്പറ്റുന്ന അത്രയും കവറിന് ആനുപാതികമായിട്ടുള്ള തുക തിരികെ ദേവസ്വം ബോർഡിൽ അടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ അടയ്ക്കാതെ വന്നതോടുകൂടിയിട്ടാണ് ഈ ക്രമക്കേട് പുറത്തു വരികയും ചെയ്യുന്നത്. അതായത് ഈ സന്നിധാനത്ത് നെയ്യഭിഷേകം നേരിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഈ ആടിയ ശിഷ്ടം നെയ്യ് അവർക്ക് മറ്റൊരു കൗണ്ടറിൽ നിന്നും മേടിക്കാവുന്നതാണ്. അതായത് മുമ്പ് അഭിഷേകം നടത്തിയിട്ടുള്ള നെയ്യ് ഈ ആടിയ ശിഷ്ടം കൗണ്ടറുകളിൽ നിന്ന് പൈസ കൊടുത്ത് തീർത്ഥാടകർക്ക് വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു കൗണ്ടറിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. 1 മില്ലിലിറ്ററിന് 100 മില്ലിലിറ്ററിന് 100 രൂപ എന്നുള്ള നിരക്കിലാണ് ഈ ആടിയ ശിഷ്ടം നെയ്യ് ശബരിമലയിൽ നിന്ന് വിൽക്കുന്നത്. അവിടെയാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. 35 ലക്ഷം രൂപയോളം കാണാതായി ഈ വിൽപ്പന നടത്തിയ ഇനത്തിൽ ദേവസ്വം ബോർഡിലേക്ക് കിട്ടാതായി എന്നുള്ള കാര്യം പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഈ ക്രമക്കേട് എന്തായാലും പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ വലിയൊരു അന്വേഷണം ഇതിനി നടക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉണ്ട്. 13ാം പ്രതിയാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന സുനിൽകുമാർ പോറ്റി. കൂടുതൽ പ്രതികളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതായിട്ട് ഉണ്ട്. എന്തായാലും ഇന്ന് സുനിൽകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ പറയുന്നതനുസരിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.